നെക്സ്റ്റ് പറയുന്നത് കളർ റിസോഴ്സ് ഇൻ ആൻഡ്രോയിഡ്. ഓക്കെ, ഇപ്പം നമ്മൾ സ്ട്രിങ് റിസോഴ്സ്, സ്റ്റൈല് അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് നമുക്ക് കളർ റിസോഴ്സ് നോക്കാം. ഓക്കെ, then a color value defined in XML. The color is specified with an RGB value and an alpha channel. Okay, അപ്പം ഒന്നുകിൽ RGB value അല്ലെങ്കിൽ alpha channel. You can use a color resource any place that accepts hexadecimal color value. Okay, അപ്പോൾ ഈ കളർ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഹെക്സാഡെസിമൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. You can also use color resource when drawable resources expected in XML. Okay, Android colon drawable equal to @color / green. ഓക്കെ, എന്താണ് ഈ ഡ്രോയബിൾ? അത് ഇമേജ് റിസോഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ദി വാല്യൂ ഓൾവേസ് ബിഗിൻസ് വിത്ത് എ പൗണ്ട്, അതായത് ഹാഷ് ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മളൊരു വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ആൽഫ, റെഡ്, ഗ്രീൻ, ബ്ലൂ ആ ഒരു ഫോർമാറ്റാണ്. ഓക്കെ, ഹാഷ് RGB, ഹാഷ് എ മീൻസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസാണ് ഉള്ളത്. ദെൻ നമ്മളുടെ ഫയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? RES/values colors.xml. ഓക്കെ, അതിലിപ്പോൾ നമ്മൾ സ്റ്റൈൽ ടാഗ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് കളർ ടാഗാണ്. ഓക്കെ, എലിമെൻറ്റ്സ് നെയിം വിൽ ബി യൂസ്ഡ് ആസ് ആൻ റിസോഴ്സ് ID. അപ്പോൾ നമ്മൾ സ്ട്രിങ് റിസോഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജാവയെ കൂടെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? r.color.color name. XML ഫയലാണെങ്കിൽ എന്താണ്? XML ഫയലിലേക്കാണെങ്കിൽ @package name ഇറ്റ് ഈസ് ഓപ്ഷണൽ. ദെൻ കളേഴ്സ് / എന്താണോ ആ കളർ നെയിം. ഓക്കെ, ദെൻ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മളുടെ color.xml ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ദെൻ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ്, അതിലൊരു കളർ നെയിം, ദെൻ എന്താണോ ഹെക്സാഡെസിമൽ വാല്യൂ, ദെൻ കളർ ടാഗ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ റിസോഴ്സിൽ വാല്യൂസിൽ color.xml ഫയൽ ഓപ്പൺ ചെയ്തു. ദെൻ ഞാനിവിടെ എന്ത് ചെയ്തു? ഒരു നെയിം, കളർ നെയിം ഇസ് ഈക്വൽ ടു opaque red, ദെൻ #F00, അതാണ് opaque red വാല്യൂ, ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്ത എന്താണ്? കളർ നെയിം ഈക്വൽ ടു translucent red, അതിനൊരു എന്താണ് ഹെക്സാഡെസിമൽ വാല്യൂ സെറ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണത് സെറ്റ് ആവുക? മനസ്സിലായല്ലോ? റിസോഴ്സ് ഫയൽ. ഇപ്പം നമുക്ക് ജാവ കോഡ് വെച്ചിട്ട് നമ്മളുടെ മെയിൻ activity.java ഫയൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് റിസോഴ്സസ് RES ഈക്വൽ ടു ഗെറ്റ് റിസോഴ്സസ്. ഓക്കെ, അത് കൊടുക്കുക. ദെൻ എന്താണ്? ഇൻറ്റ് കളർ ഈസ് ഈക്വൽ ടു RES ഡോട്ട് എന്താണ് ഗെറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ r.color.opaque red. ഓക്കെ, ദെൻ XML ഫയൽ ആവുന്ന സമയത്ത് എങ്ങനെയാണ്? XML ഫയൽ ആവുന്ന സമയത്ത് നമ്മൾ ലേഔട്ട് വിഡ്ത്ത് ജസ്റ്റ് ഫിൽ പാരൻറ്റ്. ഇപ്പോൾ ഫിൽ പാരൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഡ്ത്ത്, ഇപ്പം ഇതാണ് നമ്മളുടെ ഒരു ആക്ടിവിറ്റി എങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. അപ്പോൾ വിഡ്ത്ത് ഫിൽ പാരൻറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഈ ഒരു ആക്ടിവിറ്റിയിൽ ഫുള്ള് വരും. ഓക്കെ, ദെൻ ഹൈറ്റ് റാപ്പ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂവിൽ നമ്മൾ ഇതാണെങ്കിൽ ഇത്രയാണ്, ഇപ്പോൾ ഹലോ എന്ന് എഴുതാൻ ഇത്രയൊരു ഹൈറ്റ് മതി. ഓക്കെ, ഇപ്പം അല്ലാതെ മനസ്സിലായല്ലോ? അതാണ് റാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് ഫുള്ള് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഈ ആക്ടിവിറ്റി മൊത്തം ഫിൽ പാരൻറ്റ് കൊടുത്താൽ ഈ ഒരു ആക്ടിവിറ്റി മൊത്തം എന്താണ്? ഈ ഒരു ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഹൈറ്റ് വരും. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? കളർ EX എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മളുടെ റിസോഴ്സിൽ വാല്യൂസിൽ നമ്മളുടെ color.xml ഫയൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂസിൽ ഇപ്പം നമുക്കൊരു കളർ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യണം, ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? റിസോഴ്സിൻ്റെ മേലെ വെച്ചിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റിസോഴ്സിൽ വാല്യൂസിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. അതിൽ ന്യൂ എടുക്കുക. ന്യൂവിൽ എന്താണ്? ആൻഡ്രോയിഡ് XML ഫയൽ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരും.
ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുക, നമ്മളുടെ ഒരു ഫയൽ നെയിം, ഇപ്പം ഫോർ എക്സാമ്പിൾ കളർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ജസ്റ്റ് കളർ എന്ന് പറഞ്ഞ് കൊടുക്കുക, ദെൻ ജസ്റ്റ് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് കാണാം വാല്യൂസിൽ color.xml ഫയൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട്. ഓക്കെ, ആ color.xml ഫയലിൽ നമ്മൾ എന്ത് ചെയ്തു, കളർ നെയിം സെറ്റ് ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ പാക്ക് റെഡ് ട്രാൻസ്ലൻ്റ് അതിൻ്റെ ഡെസിമൽ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മളുടെ ടെക്സ്റ്റ് വ്യൂവിൽ നമ്മൾ എന്ത് കൊടുത്തു, ആ റിസോഴ്സിനെ ആക്സസ് ചെയ്തു. ടെക്സ്റ്റ് കളർ കണ്ടോ, @color ട്രാൻസ്ലൂസൻറ്റ് റെഡ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടോ ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ, ആ ടെക്സ്റ്റിന് ആ കളർ. അപ്പോൾ ഇതിൻ്റെയും ആവശ്യം എന്താണ്, ഇപ്പം നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ ഇപ്പോൾ 5 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ ആ 5 ടെക്സ്റ്റ് വ്യൂവിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ കളറ് മാറ്റണം. ഈ ടെക്സ്റ്റ് കളർ ഈക്വൽ ടു എന്താണ്, ഇപ്പം നമ്മളുടെ കളർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രീൻ ആക്കി മാറ്റണം. അപ്പോൾ എന്താണ്, 5 ടെക്സ്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ ആ 5 ടെക്സ്റ്റ് വ്യൂവിലും നമ്മൾ ടെക്സ്റ്റ് കളർ ഈക്വൽ ടു നമ്മൾ ഗ്രീൻ @color/green എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു 5 ടെക്സ്റ്റ് വ്യൂവിലും നമ്മൾ ഇതേപോലെ തന്നെ ചേഞ്ച് വരുത്തണം. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ 10 ആക്ടിവിറ്റി ഉണ്ട്, ആ 10 ആക്ടിവിറ്റിയിലും നമ്മൾ ടെക്സ്റ്റ് വ്യൂ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ടെക്സ്റ്റ് വ്യൂവിനൊക്കെ നമുക്ക് ഗ്രീൻ കളറാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റിയും എടുത്തിട്ട് എല്ലാ ടെക്സ്റ്റ് വ്യൂവിനും നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ, അതിന് പകരം നമുക്ക് ഈ കളർ റിസോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റിസോഴ്സിൽ എന്താണോ ആ കളറ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഇവിടെ മാത്രം ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ ഗ്രീൻ ആണ് വേണ്ടതെങ്കിൽ ആ ഗ്രീനിൻ്റെ എക്സാഡെസിമൽ വാല്യൂ ഇവിടെ കൊടുക്കുക, സേവ് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി. ബാക്കി എല്ലാ സ്ഥലത്തും, ബാക്കി എവിടെയൊക്കെ ഈ റിസോഴ്സിനെ നമ്മൾ ഈ ഒരു നെയിം പാക്ക് റെഡ് നമ്മൾ എവിടെയൊക്കെ ആക്സസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ എന്താവും, ഓട്ടോമാറ്റിക്കലി അത് ഗ്രീൻ കളർ ആയിക്കോളും. മനസ്സിലായല്ലോ, ഇത് ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുത്തതാട്ടോ, പാക്ക് റെഡ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജാവ കോഡ് വഴി എങ്ങനെ ആക്സസ് ചെയ്തു എന്ന് നോക്കാം. ഓക്കെ, ജാവ കോഡ് വഴി നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ Android:ID ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, @ID, ദെൻ നമ്മളെ ഒരു ടെക്സ്റ്റ് വ്യൂ 1 ടെക്സ്റ്റ് v1 എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് വ്യൂവിന് നമുക്ക് ID നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജാവ കോഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് എന്ത് ഇമ്പോർട്ട് ചെയ്യണം, കണ്ടൻറ്റ് res.resource എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ സ്ട്രിംഗ് റിസോഴ്സ് ചെയ്ത പോലെ തന്നെ റിസോഴ്സസ് res ഈക്വൽ ടു ഗെറ്റ് റിസോഴ്സ്, ദെൻ ഇൻറ്റ് കളർ. ഓക്കെ, ഇൻറ്റ് കളർ ഈക്വൽ ടു res.what ഗെറ്റ് കളർ. ഓക്കെ, ദെൻ r.color.opaque red എന്ന് പറയുന്നത് നമ്മളവിടെ XML വാല്യൂവിൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളുടെ കളർ റിസോഴ്സിൽ നമ്മളിവിടെ എന്താണ് സെറ്റ് ചെയ്തിട്ടുണ്ട്, opaque red എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നെയിമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, r.id.what opaque red. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, അത് ടെക്സ്റ്റ് വ്യൂവിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇപ്പം നമ്മളുടെ എന്താണ് ഈ ടെക്സ്റ്റ് v1 എന്ന് പറയുന്നത് എവിടെയാണുള്ളത്, നമ്മളുടെ activity.xml എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിലാണുള്ളത്. ഈ XML ഫയലിനെ എന്ത് ചെയ്യണം, XML ഫയലിലുള്ള ആ റിസോഴ്സിനെ നമ്മളെ ആക്ടിവിറ്റിയിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ക്ലാസ് യൂസ് ചെയ്യണം. എന്താണ്, ടെക്സ്റ്റ് വ്യൂ t1, ദെൻ ഫൈൻഡ് വ്യൂ ബൈ ID r.id. എന്താണ് ടെക്സ്റ്റ് v1. മനസ്സിലായല്ലോ, ഇപ്പം നമ്മൾ ആക്ടിവിറ്റി main.xml ഫയലിലേക്ക് ഒരു ടെക്സ്റ്റ് വ്യൂ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ അതിന് നമ്മൾ ടെക്സ്റ്റ് v1 എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു സേവ് ചെയ്തു. അത് നേരെ ആ ഒരു റിസോഴ്സ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ആ റിസോഴ്സ് നേരെ പോയിട്ട് എവിടെ സ്റ്റോർ ആവുന്നുണ്ട്, r.java ഫയലിൽ സ്റ്റോർ ആവുന്നുണ്ട്. ഓക്കെ, വിത്ത് എ യൂണിക്ക് ID, ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ആവുന്നുണ്ട്, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് എന്താണ് r.id.text v1 എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ജാവയ്ക്ക് അറിയില്ല നിങ്ങൾ ആക്സസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ആണോ എഡിറ്റ് ടെക്സ്റ്റ് ആണോ എന്നൊന്നും. ഓക്കെ, നമുക്കറിയാം ടെക്സ്റ്റ് v1 എന്ന് പറയുന്നത് ഒരു വ്യൂ ആണ്, ടെക്സ്റ്റ് വ്യൂ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ആക്സസ് ചെയ്ത സംഭവത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ഏതിലാണ്, ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂ ആണെങ്കിൽ ടെക്സ്റ്റ് വ്യൂയിലേക്ക്, എഡിറ്റ് ടെക്സ്റ്റ് ആണ്
എങ്കിൽ എഡിറ്റ് ടെക്സ്റ്റിലേക്ക്. ഇപ്പം നമ്മളുടെ ടെക്സ്റ്റ് V1 എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ് വ്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് വ്യൂയിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തു. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ. ദെൻ T1 ഇപ്പം ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നതായി, ടെക്സ്റ്റ് V1നെ റെപ്രസെൻ്റ് ചെയ്യുന്നതായി. ദെൻ നമ്മൾ T1 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് കളർ. ഓക്കെ, ഈ ഒരു കളർ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ എന്താണ് ഒപ്പാക്ക് റെഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി. മനസ്സിലായല്ലോ? അതാണ് കളർ റിസോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സൈസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ലേ, പിക്സൽ വെച്ചിട്ട്, ഇഞ്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ SP. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. എ ഡയമെൻഷണൽ വാല്യൂ ഡിഫൈൻഡ് ഇൻ XML. എ ഡയമെൻഷൻ സ്പെസിഫൈഡ് വിത്ത് എ നമ്പർ ഫോളോഡ് ബൈ എ യൂണിറ്റ് ഓഫ് മെഷർ. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് സൈസൊക്കെ സെറ്റ് ചെയ്യാറില്ലേ, അതാണ് ഡയമെൻഷൻ. അപ്പം ഡയമെൻഷൻസ് വരുന്ന ഏതാണ്, DP മീൻസ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് പിക്സൽ. ഓക്കെ, ഇത് നമ്മളുടെ നമ്മളെ സ്ക്രീൻ ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ DP, ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് പിക്സൽ എന്ന് പറയുന്നത്. ആൻ അബ്സ്ട്രാക്ട് യൂണിറ്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ ഡെൻസിറ്റി ഓഫ് ദി സ്ക്രീൻ. ഓക്കെ, ദിസ് യൂണിറ്റ് ആർ റിലേറ്റീവ് ടു 160 DPI, അതായത് ഡോട്ട്സ് പെർ ഇഞ്ച്. നമ്മൾ സ്ക്രീൻ പറയാറില്ലേ, സ്ക്രീൻ ഡെൻസിറ്റി ഡോട്ട്സ് പെർ ഇഞ്ച്, അതിനോട് റിലേറ്റീവായിട്ട് നിൽക്കുന്നതാണ്. ഓൺ വിച്ച് 1 DP ഈസ് റഫ്ലി ഈക്വൽ ടു 1 px. Okay, 1 pixel roughly equal to. Okay, when running on high density screen. അപ്പം ഹൈ ഡെൻസിറ്റി സ്ക്രീനിൽ ചെയ്യുന്ന സമയത്ത് എന്താണ്, the number of pixel used to draw 1 DP is scaled up to a factor approximate for the screen's D. അപ്പോൾ അതൊന്ന് സ്കെയിൽ അപ്പ് ചെയ്യും. ലോ ഡെൻസിറ്റി ആണെങ്കിൽ എന്താണ്, അതിനനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും, സ്കെയിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദി റേഷ്യോ ഓഫ് DP ടു പിക്സൽ വിൽ ചേഞ്ച് വിത്ത് സ്ക്രീൻ ഡെൻസിറ്റി. ഇപ്പോൾ സ്ക്രീൻ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യും. ബട്ട് നോട്ട് നെസസറി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം എന്നില്ല. യൂസിങ് DP യൂണിറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് PX യൂണിറ്റ്സ് ഈസ് സിമ്പിൾ സൊല്യൂഷൻ ടു മേക്കിംഗ് ദി വ്യൂ ഡയമെൻഷൻസ് ഇൻ യുവർ ലേഔട്ട് resize properly for different screen densities. In other words, it provides consistency for real world sizes of your UI elements across different devices. ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ഡിവൈസസിൽ യൂസ് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ DP ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, വലിയ ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, ഏകദേശം അതേപോലെ തന്നെ അത് ഒരു കൺസിസ്റ്റൻസി പ്രിസർവ് ചെയ്യും. ഓക്കെ, ദെൻ ഏറ്റവും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് SP ആണ്. SP എന്ന് പറയുന്നത് DP പോലെ തന്നെയാണ്, അതായത് സ്കെയിലബിൾ ഇൻഡിപെൻഡൻറ്റ് പിക്സൽ ആണ് SP എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഏകദേശം DP പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മളുടെ ഫോണ്ട് സൈസ് അനുസരിച്ചിട്ട് ഇത് സ്കെയിലാവും. അതാണ്, ദിസ് ഈസ് ലൈക്ക് ടു DP യൂണിറ്റ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ സ്കെയിൽഡ് ബൈ യൂസേഴ്സ് ഫോണ്ട് സൈസ് പ്രിഫറൻസ്. ഓക്കെ, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് യു യൂസ് ദിസ് യൂണിറ്റ് വെൻ സ്പെസിഫൈങ് ഫോണ്ട് സൈസ്. ഇപ്പോൾ ഫോണ്ട് സൈസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്, SP യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അഡ്ജസ്റ്റ് ഫോർ ബോത്ത് ദി സ്ക്രീൻ ഡെൻസിറ്റി ആൻഡ് യൂസേഴ്സ് പ്രിഫറൻസ്. ഓക്കെ, ദെൻ PT. അപ്പം DPയും SP ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ദെൻ PT എന്ന് പറയുന്നത് 0.1/72 ഓഫ് ആൻ ഇഞ്ച് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സൈസ് ഓഫ് ദി സ്ക്രീൻ. ഓക്കെ, ഫിസിക്കൽ സൈസ് ഓഫ് ദി സ്ക്രീൻ. ദെൻ PX എന്ന് പറയുന്നത് പിക്സൽസ് ആണ്, കറസ്പോണ്ടിങ് ടു ആക്ച്വൽ പിക്സൽ ഓഫ് ദി സ്ക്രീൻ. പക്ഷേ PX യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്ക്രീൻ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഡിവൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ. Okay, this unit of measure is not recommended because the actual representation can vary across devices. Each device may have different number of pixels per inch. Okay, ഓരോ ഡിവൈസിനും എന്താണ് നമ്പർ ഓഫ് പിക്സൽസ് പെർ ഇഞ്ച് അതെന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ PX യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവൈസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ ചേഞ്ചസ് വരാം. നമ്മൾ സെറ്റ് ചെയ്ത പോലെ ആയിരിക്കണം എന്നില്ല വരുന്നത്. ഓക്കെ, അപ്പം DPയും SP-യുമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ദെൻ MM യൂസ് ചെയ്യാം, ഫിസിക്കൽ സൈസ് ഓഫ് ദി സ്ക്രീൻ. അതുപോലെ തന്നെ IN ഇഞ്ച് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സൈസ് ഓഫ് ദി സ്ക്രീൻ.
ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രിങ് റിസോഴ്സും സ്റ്റൈലും എല്ലാം ഉള്ള പോലെ തന്നെ നമ്മൾ റിസോഴ്സ് വാല്യൂസിൽ നമ്മളുടെ എന്താണോ ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ സ്റ്റൈൽ ടാഗൊക്കെ യൂസ് ചെയ്ത പോലെ DIMEN എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം എന്താണ്, ഇപ്പം നമ്മൾ ജാവ കോഡ് വഴിയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ r.dimen.dimension name. ഓക്കെ, XML ഫയലാവുന്ന സമയത്ത് നമ്മൾ @ ദെൻ DIMN/dimension name. ഓക്കെ, ദെൻ നമ്മൾ DIMEN ടാഗ് ഓപ്പൺ ചെയ്യുക, ദെൻ ഒരു നെയിം കൊടുക്കുക. ഓക്കെ, എന്താണ് നമ്മളുടെ ഡയമെൻഷൻ 25 dp എന്താണെന്ന് വെച്ചാൽ ആ ഡയമെൻഷൻ നമ്മളവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളുടെ റിസോഴ്സിലെ വാല്യൂസിൽ നമ്മൾ എന്ത് ചെയ്തു, DIMEN ജസ്റ്റ് ടെക്സ്റ്റ് വ്യൂ ഹൈറ്റ് നമ്മൾ 25 dp കൊടുത്തു. നെയിം എന്ന് പറയുന്നത് എന്താണ് 150 dp, ഡയമെൻഷൻ നെയിം. ടെക്സ്റ്റ് വ്യൂ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 dp സെറ്റ് ചെയ്തു. ഡയമെൻഷൻ നെയിം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 16 SP ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ജാവ കോഡ് ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, റിസോഴ്സ് RES = ഗെറ്റ് റിസോഴ്സ്, ദെൻ ഫ്ലോട്ട്. ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഫ്ലോട്ടാണ്. ഫ്ലോട്ട് ഫോണ്ട് സൈസ് =RES.getDimension. ഓക്കെ, നമ്മൾ ഗെറ്റ് കളർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഗെറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ മെത്തേഡ്, അതിൽ r.dimen. എന്താണ് ഫോണ്ട് സൈസ്. ഈ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ XML സെറ്റ് ചെയ്ത സംഭവം. ഓക്കെ, ദെൻ നമ്മളുടെ ടെക്സ്റ്റ് വ്യൂവിലേക്ക് നമുക്കിത് ഈ ഡയമെൻഷൻ ആക്സസ് ചെയ്യണം. അപ്പോൾ എന്താണ് @DIMEN/ നമ്മളുടെ എന്താണോ ഫോണ്ട് സൈസ് അതായത് നമ്മളുടെ ഡയമെൻഷൻ നെയിം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് എന്താണ് 16 SP ആയിട്ട് സെറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വേറൊരു വ്യത്യാസവും. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ ആണ് എന്താണ് നമ്മളെ റിസോഴ്സിൽ നമുക്ക് DIMENS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു XML ഫയൽ കാണാം. അത് ഓപ്പൺ ചെയ്യുക. ദെൻ എന്താണ് ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. ടെക്സ്റ്റ് വ്യൂ ഹൈറ്റും ടെക്സ്റ്റ് വ്യൂ _widthും 25 150. ദെൻ ഫോണ്ട് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 SP എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ നമ്മളുടെ ആക്ടിവിറ്റി main.xml ഫയലിൽ നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് സൈസ് =DIMEN/font_size എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്സസ് ചെയ്തു. ഓക്കെ, ദെൻ ജാവ കോഡ് വഴിയാവുന്ന സമയത്ത് എന്താണ്, നമ്മൾ RES = ഗെറ്റ് റിസോഴ്സ്, ഫ്ലോട്ട് ഫോണ്ട് സൈസ് RES.getDimension, r.dimen.font_size. ഓക്കെ, ദെൻ നമ്മളത് ടെക്സ്റ്റ് വ്യൂവിലേക്ക് സെറ്റ് ചെയ്യാണ്. ടെക്സ്റ്റ് വ്യൂ T1 = text view of find view by id r.id.txt ടെക്സ്റ്റ് v1. ദെൻ കണ്ടോ T1.set ടെക്സ്റ്റ് സൈസ് എന്താണ് നമ്മളുടെ ഫോണ്ട് സൈസ് നമ്മൾ സെറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് മനസ്സിലായല്ലേ? ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ലേഔട്ട് ഹൈറ്റിലേക്ക് നമ്മൾ ടെക്സ്റ്റ് വ്യൂ ഹൈറ്റ് നമ്മൾ ആക്സസ് ചെയ്തു. ഡയമെൻഷന് വിഡ്ത്തിലേക്ക് എന്താണ് ഡയമെൻഷൻ ടെക്സ്റ്റ് വ്യൂ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പർപ്പസ് മനസ്സിലായല്ലോ? ഓക്കെ, എല്ലാം ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇപ്പോൾ നമ്മളെ ഡയമെൻഷനിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ 16 ഫോണ്ട് സൈസ് എനിക്ക് 20 SP ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എല്ലാ ടെക്സ്റ്റ് വ്യൂവിലും ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് ഇവിടെ മാത്രം 20 SP ആക്കിയിട്ട് സേവ് ചെയ്താൽ മതി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണോ ഇതിനെ ആക്സസ് ചെയ്തത് അവിടെയൊക്കെ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും 20 SP എന്ന് പറഞ്ഞിട്ട് ആയിക്കോളും. മനസ്സിലായല്ലോ? അതാണ് കളർ റിസോഴ്സ്, ഡയമെൻഷൻ. ഓക്കെ, ഇപ്പോൾ കളർ റിസോഴ്സും ഡയമെൻഷനും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റൈൽസ് ആൻഡ് തീംസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ തേർഡ് മോഡ്യൂളിൽ വരുന്നത്. ഞാൻ സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ.